Hello guys, welcome back. നമുക്ക് ഇന്ന് പ്യൂമയുടെ ഹൈബ്രിഡ് സീരീസിൽ വരുന്ന ഒരു പ്രീമിയം ഷൂ ആണ് അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം, എന്നിട്ട് റിവ്യൂവിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡിസൈനിങ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചെറിയ രീതിക്കുള്ള ഡിസൈനിങ് ഡീറ്റെയിൽസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഷൂ ആണ്. അതിൽ ആദ്യത്തെ ഹൈലൈറ്റ് തന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ്. അതായത് ഫുൾ ബ്ലാക്കിൽ വൈറ്റും അതുപോലെ ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീനും ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അല്ലാതെ ഓവറായിട്ട് കളർ ബ്ലോക്ക് ഡിസൈൻ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. പക്ഷേ ഹൈബ്രിഡിൻ്റെ തന്നെ മൾട്ടിപ്പിൾ കളർ കോമ്പിനേഷൻ വരുന്ന മറ്റ് വേരിയൻസും അവൈലബിൾ ആണ്. ഈ ഫ്ലൂറസെൻ്റ് കളർ വരുന്നത് നമ്മുടെ മുകളിലുള്ള ഒരു ലേസ് പോകുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെ 2 പാർട്ടായിട്ടും പിന്നെ സൈഡിലുള്ള പ്യൂമയുടെ സ്ട്രിപ്പിൻ്റെ മുകളിലൂടെയും ബേക്കിൽ വരുന്ന പ്യൂമയുടെ ഒരു വലിയ ലോഗോക്കും വേണ്ടിയിട്ടാണ്. ബാക്കി ഏകദേശം എല്ലാം ബ്ലാക്കാണ്. താഴെ വരുന്ന സോളിൻ്റെ സൈഡ് വൈറ്റും ഏറ്റവും താഴെയായിട്ട് വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനും കൂടെയാണ് വരുന്നത്. പിന്നെ ഏറ്റവും താഴെ തന്നെ നമുക്ക് ഹൈബ്രിഡ് എന്നൊരു ബ്രാൻഡിങ് കാണാം. സൈഡിലായിട്ട് ഒരു ചെറിയ ഹോൾ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഡിസൈൻ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് ഏരിയ കൂടെ നമുക്കിതിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ ബീഡ്സ് ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ കാണാം. അത് ഹൈബ്രിഡിനായിട്ട് സ്പെഷ്യലായിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഇത് തന്നെ നമുക്ക് സൈഡിലെ സോളിലൂടെയും കാണാം. ഒരു ചെറിയ സെപ്പറേറ്റ് ട്രാൻസ്പെറൻറ്റ് ഹോളിലൂടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർക്കിൾസ് കാണാം. ഇതാണ് ഹൈബ്രിഡിൽ സ്പെഷ്യലായിട്ട് വരുന്ന മറ്റുള്ള ഷൂസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിസൈനിങ് ഡിഫറൻസ്. ഇനി നമ്മുടെ സൈഡിലുള്ള സോളിൻ്റെ മുകളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാലും ഇഷ്ടംപോലെ ലൈനും അങ്ങനെയൊക്കെയുള്ള ചെറിയ ടെക്സ്ചർ ഡിസൈൻ ഉണ്ട്. മുകളിലുള്ള മെറ്റീരിയലൊക്കെ നല്ല പ്രീമിയം ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് മാറ്റ് ബ്ലാക്കിൽ സിന്തറ്റിക് ലെതർ പോലെയുള്ള ഒരു മെറ്റീരിയൽ എക്സ്ട്രാ കയറ്റി കൊടുത്തത് കാണാം. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് ടോ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലെ ലിപ്പ് മുകളിലോട്ട് റൈസ് ചെയ്തിട്ടാണ് കൊടുത്തത്. അവിടെ ഒരു പ്യൂമയുടെ ബ്രാൻഡിങ്ങും കാണാം. പിന്നെ ഉള്ളത് ലേസാണ്. ലേസ് സാധാരണ ഒരു സിമ്പിൾ ഡിസൈൻ തന്നെയാണ്. സ്പെഷ്യലായിട്ടുള്ള കളേഴ്സും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് പാസ് ചെയ്ത് പോകുന്ന ഏരിയയിലൊക്കെ ചെറിയ ഡിസൈൻ ഉണ്ട്. അതിൻ്റെ ഏറ്റവും താഴെ ഫ്രണ്ടിലായിട്ട് മറ്റൊരു ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ട് വൈറ്റിൽ. അങ്ങനെ ചെറിയ ഡിസൈൻസ് നോക്കുകയാണെങ്കിൽ പോലും എല്ലാത്തിനും അവർ ഡിസൈനിങ് ഡീറ്റെയിൽസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കൂടെയാണ് പിറകിലുള്ള വലിച്ചിടുന്ന ആ ഒരു സ്ട്രാപ്പിൻ്റെ മുകളിലും പ്യൂമയുടെ വൈറ്റ് ബ്രാൻഡിങ് ഉണ്ട്. അതിൻ്റെ താഴെ ഒരു സെപ്പറേറ്റ് പീസിൽ ട്രയാങ്കിൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡിസൈനിങ് എന്നുള്ളൊരു ഫാക്ടറിൽ ഈ ഒരു ഷൂ പ്രീമിയം ഷൂസിനെ തന്നെയാണ് റിസംബിൾ ചെയ്യുന്നത്. ഇനി ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിലും എല്ലാ മെറ്റീരിയൽസിനും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ സൈഡിലിട്ടിട്ടുള്ള ഗ്ലൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോൾ ഭാഗം മുകളിലുള്ള മെറ്റീരിയലും പെട്ടെന്നൊന്നും അടർന്നു പോരാ അല്ലെങ്കിൽ വിട്ടു പോരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് ടോ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിപ്പ് കയറ്റി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ചുറ്റും വരുന്ന ഗ്ലൂയിങ് പുറത്ത് കാണുന്നുണ്ട്. ഓവർ വൃത്തികേടായിട്ടുള്ള രീതിക്കൊന്നും പുറത്തോട്ട് കാണുന്നേ ഇല്ല. പക്ഷേ നമ്മൾ അടുപ്പിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിക്ക് അവിടെ ഗ്ലൂ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും റേറ്റ് വരുന്ന ചില ഷൂകൾക്കൊന്നും ആ ഒരു ഗ്ലൂ കാണാറില്ല. എന്നാലും ഇവിടെ ചെറുതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ മാത്രമൊന്നും പുറത്ത് കാണുന്നില്ല. ഇനി മറ്റേത് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും, അതായത് പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഈ ലോഗോയിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ മുകളിലുള്ള മറ്റുള്ള പാർട്ടിൻ്റെയും ലേസിൻ്റെയും താഴെയുള്ള സോളിൻ്റെയും ഒക്കെ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഒന്നിലും ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസ് പ്യൂമ ചെയ്തിട്ടില്ല. ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ബിൽഡ് ഫിനിഷിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫ്രണ്ടിൽ ഗ്ലൂ കാണുന്ന പ്രശ്നം വെച്ച് ബാക്കി എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തത്. ഈ ഒരു കളറിങ് നോക്കുകയാണെങ്കിലും സ്റ്റിച്ചിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിലാണ് ചെയ്തത്. എവിടെയും ഒരു ഫാൾട്ടോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ളൊരു പ്രശ്നവും വന്നിട്ടില്ല. സോ ബിൽഡ് ക്വാളിറ്റിയും ബിൽഡ് ഫിനിഷിങ്ങും ഡിസൈനിങ്ങും ഒക്കെ തന്നെ സെറ്റാണ്. ഇനി നമുക്ക് കംഫർട്ടിനെ കുറിച്ച് സംസാരിക്കാം. കംഫർട്ട് എന്ന കാര്യത്തിലാണ് ഹൈബ്രിഡ് എന്ന സീരീസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വരുന്നത്.
അതായത് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല കംഫർട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വാങ്ങിക്കുന്നത്. സോ കാർഡിയോ എക്സസൈസ് പോലെയുള്ള വാക്കിംഗ്, റണ്ണിങ് പോലെയുള്ള എക്സസൈസിനൊക്കെ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. ഈ ഹൈബ്രിഡ് എന്നുള്ള ടെക്നോളജി തന്നെ അവർ കംഫർട്ടിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഇവരുടെ തന്നെ മറ്റ് സോഫ്റ്റ് ഫോം പ്ലസ്, നൈട്രസ് ഫോം, അതുപോലെ പ്രോപ്പർ ഫോം, ഇങ്ങനെ ഇഷ്ടംപോലെ സീരീസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഇടയിൽ അത്യാവശ്യം ഒരു ആവറേജ് അബവ് കംഫർട്ട് തരുന്ന ഒരു മോഡലാണ് ഹൈബ്രിഡ് സീരീസ്. സോ കംഫർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും പറയാനില്ല. ഈ ഒരു ഫുഡ് ബെഡ് നല്ല കംഫർട്ട് തരുന്നുണ്ട്, അതായത് നല്ല സ്പഞ്ചിയാണ്. ഇനി ഉള്ളിൽ ഉപയോഗിച്ചുള്ള മെറ്റീരിയൽസ് സ്മൂത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഷോക്സ് ഇടാതെ ഇടാൻ പറ്റും. കാലിൻ്റെ സ്കിന്നിനൊന്നും ഒരു ഡാമേജും വരാൻ പോകുന്നില്ല. ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂവും വരുന്നില്ല. അത് മുകളിലുള്ള മെറ്റീരിയൽ കംപ്ലീറ്റ് ബ്രീത്തബിൾ ആയതുകൊണ്ട് എയർ റെഗുലേഷൻ നന്നായിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിക്ക് വിയർപ്പ് വരുമ്പോഴൊക്കെ അതിലോട്ട് വലിയും ചെയ്യുന്നുണ്ട്. സോ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്രീമിയം ആണ്, അതുകൊണ്ട് തന്നെ കംഫർട്ടും തരുന്നുണ്ട്. പിന്നെ ഫ്ലെക്സിബിലിറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫ്ലെക്സിബിളാണ്. ഒരു രീതിക്കും ഓവർ ടൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിലായിട്ട് റിജിഡ്നെസ് കൂടുതലുള്ള പോലെ ഒന്നും തോന്നിയിട്ടില്ല. എല്ലാം നല്ല സ്മൂത്തും ഫ്ലെക്സിബിളുമാണ്. പിന്നെ ഫൈനലായിട്ട് ഗ്രിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. ഞാനിതുവരെ റിവ്യൂ ചെയ്ത മറ്റു പല ഷൂസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രെഡ്മിലിൻ്റെ മുകളിലാണെങ്കിലും റോഡാണെങ്കിലും അങ്ങനെ ഗ്രിപ്പ് ആവശ്യം വരുന്ന എല്ലാ സർഫസിലും നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഗ്രിപ്പ്, ഫ്ലെക്സിബിലിറ്റി, കംഫർട്ട്, ഈ കാര്യങ്ങളിലൊക്കെ ഒരു അടിപൊളി ഷൂ തന്നെയാണ് ഈ ഒരു ഹൈബ്രിഡ്. സോ ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള കിടുക്കാച്ചി ടെക് ആൻഡ് ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ, catch you guys later.